കുറേ നാളായി നമ്മൾ സംസാരിച്ചിട്ട്. ശരിയാ, ജിയുടെ യാത്രകളും. ഞാൻ സാറേ ഈ ഒരു സാറിനെ ഇപ്പോൾ കിട്ടിയത് നന്നായി. ഈ PM ശ്രീ എന്ന് പറഞ്ഞിട്ട് എന്ത് ബഹളമാണ് നടക്കുന്നത്, എന്ത് സബ്സ്റ്റൻസ് അതിലുള്ളത്. ഞാൻ ആദ്യമൊക്കെ അത് അവഗണിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിന്നെ ഇത് വല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാനിതെടുത്ത് നോക്കിയപ്പോഴും ഇതിനകത്ത് കാര്യമായ ഒരു പ്രശ്നവും കാണുന്നില്ല. എന്താ ഇവർ ഗോഡ്സെ എവിടെ എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ സാറേ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും ചേർത്ത് 36 യൂണിറ്റുകളാണ് ഭാരതത്തിൽ. അതിൽ 33 പേര് ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 പേരാണ്, ബംഗാൾ, തമിഴ്നാട്, കേരളം. ബംഗാൾ മമതാ ബാനർജി പറഞ്ഞു എനിക്ക് PM ശ്രീ വേണ്ട, എനിക്ക് ആ കാശും വേണ്ട, ഫിനിഷ്. ഇതൊരു ഓപ്ഷണൽ പ്രോഗ്രാമാണ്, സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ ശരി വേണ്ടെന്ന് പറഞ്ഞാൽ അവർ സന്തോഷമായിട്ട് കഴിയുന്നു. DMK പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ കേസ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കാശ് വേണം, പക്ഷേ വേറെ ചിലത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ പാരാവരത്തിൽ വല്ലതും നടക്കാമോ അതവിടെ മേടിച്ചവർ വെച്ചിട്ടുണ്ട്. ഇത് തമിഴ്നാട്. നമ്മളെന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് പോകുന്നത് എനിക്കറിഞ്ഞു. തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ഒബ്ജക്ഷൻ. നമുക്ക് ഹിന്ദിയോട് വിരോധമൊന്നുമില്ല, ഇവിടെ സന്തോഷമായിട്ട് കഴിയുന്നവരാണ്. പിന്നെ എന്താണ് ബഹളം? അത് സത്യം പറഞ്ഞാൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ് സാർ. ഒരു അർത്ഥവുമില്ലാത്ത കോലാഹലമാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം PM ശ്രീ എന്ന് പറയുന്നത് ഓപ്ഷനിലാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ PM ശ്രീ എന്ന് പറയുന്നത് എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും ഉള്ളതുപോലെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസേ അതിനകത്തുള്ളൂ. ഞാനത് വായിച്ചു നോക്കിയതാണ്. ഇതിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൽ കൺകറന്റ് ലിസ്റ്റിലാണല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി നടക്കുന്നതാണ്. ഇത് കേന്ദ്രം മാത്രമായി ഫണ്ട് ചെയ്യുന്ന ടാലൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മിടുക്കന്മാരായ കുട്ടികളെ നമ്മുടെ നാട്ടിൽ മൊത്തം രാജ്യത്ത് നിന്ന് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്കീമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബ്ലോക്കിൽ നിന്നൊരു 2 സ്കൂള് അതതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ സൈറ്റിൽ നോക്കിയാൽ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നത് ടാലൻ്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നിലവാരം, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സ്കൂളിൻ്റെ പെർഫോമൻസ്, പ്ലസ് അതിനേക്കാളേറെ പ്രധാനമാണ് അവിടുത്തെ അധ്യാപകരുടെ യോഗ്യതകൾ, അവർ നടത്തിയിട്ടുള്ള റിസർച്ച്, അവർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അവർക്കുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്, ഇതൊക്കെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പെടും. ഇതൊക്കെ അനുസരിച്ചാണ് റാങ്ക് തീരുമാനിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മിടുക്കന്മാരായ കുട്ടികളും മിടുക്കന്മാരായ അധ്യാപകരുമുള്ള നല്ല ഒന്നാംകിട ഗിഫ്റ്റഡ് എന്ന് പറയാവുന്ന കുട്ടികൾക്ക് ടാലൻറ്റിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് സത്യത്തിൽ ഈ PM ശ്രീ. ആ പദ്ധതിക്ക് PM ശ്രീ എന്ന് പേരുണ്ട്. PM ശ്രീ എന്ന് പേര് വന്നാൽ ആ പേര് വെക്കാൻ പാടില്ല. അല്ല, ഇനി വേണമെങ്കിൽ ഇന്ത്യയിലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയുടെ മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും പടവും എല്ലാ സ്കൂൾ ഓഫീസുകളിലും വെക്കണം. വെച്ചാൽ എന്താ കുഴപ്പം? അത് പഠിപ്പിക്കുകയും വേണം കുട്ടികൾക്ക്. അത് ഈസി അല്ലേ? അതിന് പകരം ഞങ്ങൾ ചെയ്യാറുള്ള എന്താണ് അറിയോ സാറേ? അവിടെ ഏതോ കാലത്ത് പഠിപ്പിച്ചു പോയ ഹെഡ് മാസ്റ്റർമാരുടെ പടം സാറ് കണ്ടിട്ടില്ലേ? ഹെഡ് മാസ്റ്റർമാരുടെ പടം പഠിക്കുന്നതിൽ എന്താ കുട്ടികൾക്ക് കാര്യമുള്ളത്? ആ സമയത്ത് അത് അപ്പോൾ PMൻ്റെ പടം, ഇപ്പോൾ നരേന്ദ്രമോദി ആയതുകൊണ്ട് പടം വെക്കാൻ പാടില്ല, പേര് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്കീം. പദ്ധതിക്ക് ഫണ്ട് ഒരുപാട് അടിസ്ഥാനപരമായ വലിയ ഫണ്ട് എന്നതിലേറെ അതൊരു അംഗീകാരമാണ്. ഞാനിതിൽ വലിയ നഷ്ടമായിട്ട് തോന്നുന്നത് എനിക്ക് ടാലൻറ്റ് നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സാറ് ഈ പറഞ്ഞ 36 അല്ലേ, 36 യൂണിറ്റുകളെക്കാളും മികച്ചു നിൽക്കും കേരളം. ടാലൻറ്റ് നമുക്ക് മത്സരിച്ച് നേടാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ വാങ്ങിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതിന് ഈ പറയുന്ന സ്കീം NEPയുടെ ഭാഗമാണ്. NEP ഒരുപാട് കാര്യങ്ങളിൽ ഈ ഗുണകരമായ പരിഷ്കാരങ്ങളുണ്ട്. കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസ പരിഷ്കാരം സാറ് പഠിച്ച കാലത്ത് 6th 4 ഒക്കെ ആയിരിക്കില്ലേ? അതൊക്കെ എത്രമാത്രം മാറി, നമ്മൾ ഒരുപാട് മാറിയില്ലേ? ഇതിലിപ്പോൾ ഈ 5+3+3+4 ആ സ്കീമിലേക്ക് വരുന്നു. ആഗോള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണത്. അതിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് വിയോജിപ്പുള്ള കാര്യം എന്താണ്? NEPയിൽ ഈ നാഷണൽ ഹിസ്റ്ററിക്ക് ഇതുവരെ ഇല്ലാത്ത ചില സിലബസ് മാറ്റം വരുമല്ലോ. കാലാകാലങ്ങളിൽ സിലബസുകൾ മാറ്റം വരും. മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെയൊക്കെ താല്പര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരാം. പക്ഷേ NEPയുടെ അടിസ്ഥാന താല്പര്യപ്രകാരം കുട്ടികൾ പഠിക്കേണ്ടത് പോലും ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയത്. അതൊരു ടെക്സ്റ്റ് ബുക്കുകൾ നിർണായകമേ അല്ല, അതൊരു ക്യാപ്സ്യൂൾ മാത്രമാണ്. ക്രെഡിറ്റ് ഓറിയൻറ്റഡ് ആണ് പുതിയ വിദ്യാഭ്യാസം. ഇപ്പോൾ സാറിപ്പോൾ സവർക്കറെ കുറിച്ച് പഠിപ്പിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഈ കൊടുക്കുന്ന സിലബസ് മാത്രം, ടെക്സ്റ്റ് മാത്രമല്ല കുട്ടികൾ പഠിക്കുക. സവർക്കർക്ക് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ സവർക്കറെ കുറിച്ച് എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കുട്ടികൾക്ക് വായിക്കാം.
എന്നിട്ട് പ്ലസും മൈനസും അവതരിപ്പിക്കാം. അങ്ങനെയാണല്ലോ ക്രെഡിറ്റ് വാങ്ങുന്നത്. സത്യത്തിൽ ഇതിനെ എതിർപ്പുണ്ടാക്കുന്നതിൽ കാര്യമായ കഴമ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല ഈ കോലാഹലം വെറും നാടകമാണ് അല്ലെങ്കിൽ വെറും രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയുന്നതിന് ഇത് തൊട്ട് മുമ്പുള്ള പ്രസിഡൻസ് എടുത്തു നോക്കൂ സർ. എന്ത് പുതിയ പദ്ധതി വരുമ്പോഴും ആരാണ് ആദ്യം എതിർത്തിരുന്നത്? ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്താണ് ഈ ADB വായ്പക്കെതിരായി വലിയ കോലാഹലം നടന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളും ADB വായ്പ വാങ്ങുന്നുണ്ട്. രണ്ട് ADB-കാരൻ്റെ തലയിൽ കരിയോയിൽ ഒഴിച്ചു സെക്രട്ടേറിയറ്റിൽ. എനിക്ക് ഓർമ്മയുണ്ട് സാർ അത്. രണ്ടാമത് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണുന്ന SSAയുടെ മുത്തച്ഛൻ ശരിക്ക് DPEP ആണല്ലോ. DPEP പരിഷ്കാരം വന്നപ്പോൾ ലോകബാങ്കിൻ്റെ പണമാണ്, കോർപ്പറേറ്റ് എന്തെല്ലാം പറഞ്ഞു. പിന്നെ നാം കാണുന്നത് എന്താ? CPM-ൻ്റെ സകലമാന ബുദ്ധിജീവികളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാവരും DPEP-യിലെ ഉദ്യോഗസ്ഥരാണ്, അതിൻ്റെ കോർഡിനേറ്റർമാരാണ്, അതിൻ്റെ റിസോഴ്സ് പേഴ്സൺസ് ആണ്. അതിന് ഒരുപാട് ഫണ്ട് വന്നു. ഇപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ കിട്ടിയില്ല എന്ന് പറയുന്നത്. അതിൻ്റെ SSA ഫണ്ട് കൊടുക്കണമെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ അതും. അതിൻ്റെ ഫണ്ട് ബാക്കി തരണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യെസ് ഓർ നോ പറയണം. NEP-ക്ക് നിങ്ങൾ നോ പറഞ്ഞോളൂ. സാറ് പറഞ്ഞ പോലെ മൂന്ന് സംസ്ഥാനങ്ങൾ നോ പറഞ്ഞാൽ, ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾ നോ ആണെങ്കിൽ ആ കൂട്ടത്തിൽ നിന്നോളൂ എന്നേ പറഞ്ഞോളൂ. അത് ശരിയുമല്ല, അത് സ്വീകാര്യവുമല്ല. അല്ല, ഇതിൽ ഇവരുടെ ഒരു ആർഗ്യുമെൻ്റ് ഭരണഘടനാപരമായിട്ട് കിട്ടാനുള്ള ഫണ്ടാണ് ഈ PM ശ്രീയും SSAയും എല്ലാം. അതിൽ കണ്ടീഷൻ ഇടുക, കരാറിടുക എന്ന് പറയുന്നത് ശരിയല്ല. ഒരു ചരടും ഇല്ലാതെ ഞങ്ങൾക്ക് തരേണ്ട കാശാണ്. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ വിവരം ഒരുപക്ഷെ തെറ്റായിരിക്കാം, അറിവുള്ളവർക്ക് തിരുത്താം. ഇത് ഭരണഘടനാപരമായ അവകാശമൊന്നുമല്ല. ഭരണഘടനാപരമായ അവകാശം പ്ലാൻ ഫണ്ട്, നിതി ആയോഗ് വഴി വരുന്നത് 42% സംസ്ഥാനത്തിനുള്ളത്. ആ വിഹിതം വന്നുകൊണ്ടേയിരിക്കും, അൺക്വസ്റ്റ്യനബിൾ. അതിന് കണക്കൊന്നും ചോദിക്കും, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. മാസം തോറും ആഴ്ച തോറും അത് റിസർവ് ബാങ്ക് ട്രഷറി ഇങ്ങോട്ട്. അതാണ് നമ്മൾ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയി, പിന്നെ ശരിയായി, പിന്നെ ഈ ആഴ്ച വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്. ഇതാണ് പ്ലാൻ ഫണ്ട്. അതിൽ ഒരു ചരടുമില്ല, കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല. കേരളത്തിന് എന്ത് വേണോ അത് അവർ തീരുമാനിക്കും. മറ്റത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതികളാണ്. അതെ, ആ പദ്ധതികളിൽ 100% കേന്ദ്രം പണം മുടക്കുന്നതുകൊണ്ട് 75-25 ഉണ്ട്, 50-50 ഉണ്ട്. ഇത് 60-40 ആണ്. ഇപ്പം ഈ 60-40-ൻ്റെ 60 നമ്മൾ മേടിച്ചെടുത്താലും 40 നമ്മുടെ കയ്യിലുണ്ടോ? അതില്ല. ഇല്ലാത്തപ്പോഴാണ് ഇതുപോലും ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേരിൽ, ഇത് ഒപ്പിട്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും കാശ് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഇവിടെ പെൻഷൻ്റെ ഒരു ഗഡു കൊടുക്കും, അല്ലെങ്കിൽ DA വർധനവിൻ്റെ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സർക്കാർ ദിവസന്മാർക്ക് എന്തെങ്കിലും കൊടുക്കും. അത് പുട്ടടിച്ച് തീരും ഒറ്റ ദിവസം കൊണ്ട്. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഭരണഘടനാ പ്രശ്നമൊന്നും ഇതിൽ ഇൻവോൾവ് അല്ല. കാരണം ഇത് സ്പെഷ്യൽ പദ്ധതിയാണ്, സമ്പൂർണ്ണമായി കേന്ദ്രത്തിൻ്റെതാണ്. അത് വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കും. എന്നിട്ട് ഇവർ പറയുന്നത് കേസിന് പോകാം എന്നിവർക്ക് നിയമോപദേശം കിട്ടിയതാണ് എന്ന് പറയുന്നു. എന്നിട്ടും കേസിന് പോയില്ല. സാർ, കേസിന് പോകാമോ എന്നൊരു വക്കീലിനോട് ചോദിച്ചാൽ പോകാം എന്നുള്ള ഉത്തരമേ പറയൂ. അതെ, വക്കീലിൻ്റെ പണി അതാണ്. സാർ ഇപ്പോൾ എറണാകുളത്ത് പുറത്തിറങ്ങിയിട്ട് എനിക്ക് TG മോഹൻദാസിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാമോ വക്കീൽ? പിന്നെന്താ ഇരിക്കുന്നു, കേസ് കൊടുക്കാം, ജയിക്കുമോ നോക്കുമോ എന്നൊക്കെയുള്ളൂ. പിന്നെ കേസ് കൊടുക്കും. ഇതാണ് നിയമോപദേശം. ഏതെങ്കിലും കാര്യത്തിൽ നമുക്കിത് കോടതിയിൽ ചലഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ വക്കീൽ പറയും ചലഞ്ച് ചെയ്യാം, നിങ്ങൾ ജയിക്കോ ഇല്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. യു ക്യാൻ ചലഞ്ച് എനിത്തിങ് ഇൻ ദ കോർട്ട്. അതിനാണ് കോടതിയും തുറന്നു വെച്ച് അവരിയ്ക്കുന്നത്. ആരെപ്പറ്റി എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കോടതിയിൽ വരാൻ തർക്കിക്കാം. ജയിക്കില്ല. ജയിക്കാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇതാണ് നിയമോപദേശം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേസിന് പോവുക? തീർച്ചയായിട്ടും ഇല്ല. ഒന്നാമത് ഈ സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മോശപ്പെട്ട കാര്യമാണ്. സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു സിസ്റ്റമല്ലേ, ഇപ്പം ലെജിസ്ലേച്ചറല്ലേ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരല്ലേ, ആ കാര്യങ്ങളൊക്കെ നോക്കണ്ട. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഞങ്ങളെടുത്ത് വന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? ന്യായമായ ചോദ്യമാണത്. ഇപ്പോൾ കേരളം കേസിന് പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ കേന്ദ്രത്തോട് ചോദിച്ചു, എടോ ഒരു 100-600 കോടി കൊടുക്കരുതോ അവർക്ക്? തുഷാർ മേത്ത എന്ത് പറഞ്ഞെന്നറിയാമോ? സോളിസിറ്റർ ജനറൽ, 600 കോടി ഞാൻ ഇവർക്ക് കൊടുക്കാം, ബാക്കി സംസ്ഥാനങ്ങൾ വന്നാൽ നിങ്ങൾ മറുപടി പറഞ്ഞോളാം. അപ്പോൾ ജഡ്ജിമാർ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. പുള്ളി പറഞ്ഞു ഈ നിതി ആയോഗിൻ്റെ ജോലി ഞാൻ സുപ്രീം കോടതിയെ ഏൽപ്പിക്കാം, നിങ്ങളങ്ങ് തീരുമാനിച്ചു ആർക്ക് എത്ര വീതം കൊടുക്കണം.
അവർ പറഞ്ഞു നോ 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 ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഡൊമൈൻ. അപ്പം പറഞ്ഞു നിങ്ങളുടെ ഡൊമൈൻ അല്ലല്ലോ, വിട്ട് നിങ്ങളെ കൊണ്ട് നടക്കില്ല. അതെ അതെ, ഇതിനകത്ത് ഏറ്റവും മോശം പൊളിറ്റിക്സ് ഇപ്പോൾ കളിക്കുന്നത് CPI ആണെന്ന് തോന്നുന്നില്ലേ സാറിന്? അല്ല, ഒരു സർവൈവൽ പൊളിറ്റിക്സ് എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ അവരോട് സഹതാപവും തോന്നും. അവർക്ക് നിന്ന് പിഴയ്ക്കേണ്ടത്. തീർച്ചയായും അവരൊരു പാർട്ടിയല്ലേ, അവരുടെ ഒരു അസ്തിത്വം പ്രൂവ് ചെയ്യേണ്ടത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ വരുന്നത്. ഞാൻ ഒരു CPI-കാരൻ അയാളുടെ പാർട്ടിയിൽ ചോദിക്കുകയാണ്, ഞാൻ എന്തിന് CPI ആയിട്ട് തുടരണം? അപ്പോൾ കുമാരപിള്ള സാറിൻ്റെ താത്വിക അവലോകനം പറയേണ്ടി വരും. കാരണം നമ്മൾ ദേശീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, അവർ ജനകീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, നമ്മൾ 64 അവരെ പിളർന്നു പോയതാണ്, നമ്മളാണ് മുതിർന്നവർ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാർ നിൽക്കുമോ? ഇല്ല ഇല്ല. കാരണം ഇതിനൊക്കെ ഈ വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതെ പോയി, കാലം കടന്നു പോയില്ലേ. അപ്പോൾ പിന്നെ ഒരു CPI-കാരൻ നിൽക്കുന്നത് എന്തിനാണ്? അപ്പോൾ അവർ ഞങ്ങൾ വലിയ പ്രിൻസിപ്പിളുള്ള ആൾക്കാരാണ്, CPM-നെ പോലെയല്ല. CPM ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യും, പക്ഷെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യില്ല, അവസാനം വരെ പൊരുതും. പക്ഷേ എല്ലാ പോരാട്ടവും ജയിക്കണമെന്നൊന്നുമില്ല, നമ്മൾ തോറ്റു എന്ന് വരും, എന്നാലും പൊരുതും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു തത്രപ്പാടാണ് CPI കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് വിദ്യാഭ്യാസത്തോടോ നമ്മുടെ ഭാവി തലമുറയോടോ ഉള്ള യാതൊരു തരത്തിലുള്ള കൺസേണും അല്ല ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിൽ. അയ്യോ, ഒരിക്കലും അല്ല. അതിലൊക്കെ നമ്മൾ താഴെ പോയി. ഇപ്പോൾ IAS പരീക്ഷയിലൊക്കെ എന്താ, നമ്മൾ ജാതി കോമരങ്ങൾ എന്നൊക്കെ ആക്ഷേപിക്കുന്ന ബീഹാറുകാരനും ഉത്തർപ്രദേശുകാരനും ഒക്കെയാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ വരുന്നത്. ശരിയാണ്. നമ്മളിവിടെ അവരെ പുച്ഛിച്ചുകൊണ്ടും കളിയാക്കി കൊണ്ടുവരുന്നു. നമ്മളുടെ സ്റ്റാൻഡേർഡ് താഴെ പോയി, നമ്മളുടെ പിള്ളേരുടെ ഭാവി പോയി. വല്ല കാര്യമുണ്ട്? സത്യമാണ്. നമ്മുടെ പിള്ളേർ പിന്നെ അവർ സ്വയരക്ഷാർത്ഥം അവർ ഇവിടെ ഉക്രൈനിലൊക്കെ പഠിക്കാൻ പോയിരിക്കുന്നു. പുറത്ത് ഉക്രൈൻ യുദ്ധം വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ, 2700 വിദ്യാർത്ഥികളാണ്. ഞാൻ അന്തം വിട്ടു പോയിടാ, ഈ ഏടാകൂടത്തിൽ പോയിരിക്കും 2800 പേര്. എവിടെ എടുത്തു കഴിഞ്ഞാലും അവിടെ വിദ്യാർത്ഥികളുണ്ട്, പ്രത്യേകിച്ചും മലയാളി വിദ്യാർത്ഥികളുണ്ട്. നിലവിളിക്കുന്നു, ചേട്ടാ എന്നെ രക്ഷിക്കുന്നു. നീ എപ്പോഴാണ് അവിടെ പോയത്? ഞാൻ ഗതി പിടിക്കാഞ്ഞിട്ട് വെഞ്ഞാറമൂട്ടി നിന്ന് ഇവിടെ വന്ന് കിടക്കുകയാണ്. എന്തായാലും ഇവർ ഈ രാഷ്ട്രീയം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും പിള്ളേർക്ക് അവരുടെ ഭാവി നോക്കണ്ടേ? അച്ഛനമ്മമാർക്ക് അത് വളരെ വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കൺസേൺ ആണ് ഇപ്പോൾ TG പങ്കുവച്ചത്. നമ്മുടെ രാഷ്ട്രീയ വിവാദങ്ങളുടെ ബാരോമീറ്റർ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ഈ പാരാമീറ്റേഴ്സ് താഴോട്ട് പോകുന്നു. അത് നമ്മുടെ സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു പിള്ളേർ പുറത്തു പോകുന്നത്. ഇപ്പോൾ ഒരു 65 വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാരുടെ എത്ര പിള്ളേർ നാട്ടിലുണ്ട്? എല്ലാവരും ഗൾഫിലും യൂറോപ്പിലും ഒക്കെയാണ്. ഈ കളവനും മാത്രമേ വീട്ടിലുള്ളൂ. സത്യമല്ലേ? അതെ അതെ, കറക്റ്റാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ കാണുന്ന കാഴ്ച. അതെ അതെ, സത്യമാണ്. ഒരു വീടുണ്ട്, അവിടെ ഒരു വയസ്സിന് മേഴ്സിയുണ്ട്, കൂടി വന്നാൽ ഒരു പട്ടിയും കൂടെ ഉണ്ടാവും. ഇവരെ നാട്ടുകാർ സംരക്ഷിച്ചോളണം. ആശാ വർക്കർമാർ ഫോൺ നമ്പർ കൊടുക്കാൻ വെച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കാരണം ഈ വയസ്സായ ഇയാൾ തലയിറങ്ങി കഴിഞ്ഞാൽ എടുത്തു പോക്കാൻ ആളില്ല. പിള്ളേർ ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെയാണ്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ എന്നിട്ട് ഇപ്പോഴും ഒരു പെറ്റി പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിവാശി വില കുറഞ്ഞ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തലമുറകളോട് ചെയ്യുന്ന ദ്രോഹമാണ്. സഹതപിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.